പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വലിയ നോമ്പിലെ 3-ാം ഞായർ. സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. നമ്മൾ തളർവാദം ഉണ്ടാക്കുന്നവരോ തളർവാദം സുഖപ്പെടുത്തുന്നവരോ? ഈ വചനഭാഗം അവസാന ഭാഗത്ത് നിന്ന് പുറകോട്ട് വായിക്കാനാണ് എനിക്ക് തോന്നിയത്. തളർവാദ രോഗി എല്ലാവരും കാണുക കിടക്കയെടുത്ത് പുറത്തേക്ക് പോകുന്നു. വാക്യം 12. അങ്ങനെ അവൻ എഴുന്നേറ്റ് പോകുവാൻ കാരണമായി തീർന്നത് ക്രിസ്തു അവൻ്റെ പാപം അവനോട് ക്ഷമിച്ചത് മൂലം. വാക്യം 10. ആ പാപമോചനം സാധ്യമായി തീർന്നത് അവൻ ക്രിസ്തു ദൈവപുത്രനായിരുന്നതുകൊണ്ട്, ദൈവമായിരുന്നതുകൊണ്ട്. വാക്യം 7. ഈ ദൈവപുത്രന് തൻ്റെ ദൈവപുത്രത്വം വെളിപ്പെടുത്തുവാൻ ഒരു അവസരം മനുഷ്യരുടെ മുമ്പിൽ ഉണ്ടായത് ഈ 4 പേർ തളർവാദ രോഗിയുമായി യേശുവിൽ വിശ്വസിച്ച് എത്തിയതാണ്. അതുകൊണ്ടാണ് സെയിൻറ്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ ഇങ്ങനെ പറഞ്ഞു വെച്ചത്: ഗോഡ് ഹൂ ക്രിയേറ്റഡ് യു വിത്തൗട്ട് യു വിൽ നോട്ട് സേവ് യു വിത്തൗട്ട് യു. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല. ദൈവസന്നിധിയിലേക്ക് വിശ്വസിച്ച് കടന്നു വരുന്നതാണ് ദൈവമഹത്വം വെളിപ്പെടുവാൻ ഒരു അവസരമുണ്ടാകുന്നത്. ഈ നോമ്പ് കാലത്ത് എന്തിന് ശരീരത്തിൽ ത്യാഗമെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിനരികിൽ വരുവാനുള്ള മാർഗങ്ങളിലൊന്നാണ് നോമ്പ്, ഉപവാസം. ദൈവം തളർവാദം സുഖപ്പെടുത്തുന്നവനാണ്, തളർവാദം ഉണ്ടാക്കുന്നവനല്ല. നമ്മൾ തളർവാദം ഉണ്ടാക്കുന്നവരോ സുഖപ്പെടുത്തുന്നവരോ? യെശയ്യാ പ്രവചനം 42:3, വിശുദ്ധ മത്തായി സുവിശേഷം 10:20. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടുക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല. വീണവനെ വച്ചുകെട്ടും, തളർന്നവനെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണിത്. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വാക്ക് വളരെ ശക്തമാണ്. വാക്കുകൾ ഉയർത്തുന്നതാകണം, വളർത്തുന്നതാകണം. ദൈവം ഒരുവനെ ഉയർത്തുന്ന വാക്കുകൾ പറയുന്നു: നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 47-ാം വാക്യം. നഥാനിയേൽ അവൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു: ഇതാ കാപട്യമില്ലാത്ത യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, വളർത്തുന്ന വാക്ക്. ക്രിസ്തു അവനെ നേടി. ക്രിസ്തുവിനരികിൽ വന്നപ്പോൾ ക്രിസ്തു തളർവാദ രോഗിയുടെ പാപം ക്ഷമിക്കുന്നു. തളർവാദ രോഗിക്ക് അതിനുള്ള യോഗ്യത കൂടെ നിൽക്കുന്നവരിലൂടെ ഉണ്ടായി എന്നതാണ് സത്യം. വളർത്തുന്നവരെ, ഉയർത്തുന്നവരെ കൂടെ ചേർത്ത് നിർത്താനൊരു വായന ഈ വചനത്തിലുണ്ട്. പഴയ നിയമത്തിൽ ജോസഫ് തടവറയിൽ കിടന്ന സമയത്ത് അനേകം തടവുകാർ ഉണ്ടായിരുന്നിട്ടും പ്രത്യേകം 2 പേരെ കൂടെ കൂട്ടി: പാനപാത്ര വാഹകനെയും പാചക പ്രമാണിയെയും. അതുകൊണ്ട് ജോസഫ് ഉയർന്നു. രാജാവിനോട് ചേർന്ന് നിൽക്കുന്നവരെ കൂടെ കൂട്ടിയ ജോസഫ് രാജാവായി മാറി. ദൈവവിചാരമുള്ളവനെ കൂടെ കൂട്ടിയാൽ നാം ഉയരും, വളരും. വചനം ജീവനുള്ളതാണ്. വചനം വളർത്തുന്നതാകണം. വചനം തളർവാദം സുഖപ്പെടുത്തുന്നതാകണം. ദൈവം അനുഗ്രഹിക്കട്ടെ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ.